നമസ്കാരം. ഏവർക്കും സൈമൺസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്കായി തയ്യാറാക്കുന്നത് ചുരയ്ക്ക നാടൻ പയർ അൽഗുൽത്ത്. പേര് മറക്കരുത് കേട്ടോ. ചുരയ്ക്ക നാടൻ പയർ അൽഗുൽത്ത്. ഇന്നുവരെയും ആരും തയ്യാറാക്കാത്ത ഒരു ഉഗ്രൻ വിഭവമാണിത്. ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ്: ഇന്ന് എത്ര ചുരയ്ക്ക കിട്ടുന്നോ അത് മുഴുവനും അരിഞ്ഞു കൂട്ടുക. അത് അരിയുന്ന വിധം പണ്ട് അമ്മച്ചിമാർ കോഴിക്കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുവാൻ വേണ്ടി പച്ചക്കപ്പ കുനുകുനാന്നരിയലായിരുന്നോ, അതുപോലെ അരിയുക. പിന്നെ നാടൻ പയർ, അത് പുളിയൻ പയറും വേണം, ഒടിയൻ പയറും വേണം. അവയെല്ലാം റെഡിയാക്കി അതിന്ന് എന്തുമാത്രം കിട്ടുന്നോ അത് മുഴുവൻ ഉപയോഗിക്കാം. പിന്നെ വേണ്ടത് സവോള, പച്ചമുളക്, കറിവേപ്പില, വെളുത്തുള്ളി, ജീരകം, പിന്നെ വെളിച്ചെണ്ണ എല്ലാമെങ്കിൽ ഓരോ പ്രദേശത്തും ലഭിക്കുന്ന എണ്ണ. അപ്പോൾ ആദ്യമായി ഒരു പാനെടുത്ത് അതിൽ എണ്ണയൊഴിക്കുക. എണ്ണയിലേക്ക് എണ്ണ ചൂടായി വന്നു കഴിയുമ്പോൾ അതിലേക്ക് കടുകിട്ട് പൊട്ടിക്കുക. ഇതിനിടയ്ക്കൊരു സംഗതി വിട്ടുപോയി, കറിവേപ്പില വിട്ടുപോയെന്ന് തോന്നുന്നു. ഓക്കെ. ജീരകം പൊട്ടി വരുമ്പോൾ, റെഡിയായി വരുമ്പോൾ അതിലേക്ക് കറിവേപ്പില ഇട്ട് അതും പാകമായി വരുമ്പോൾ അരിഞ്ഞു വച്ചിരിക്കുന്ന സവോള, പച്ചമുളക്, വെളുത്തുള്ളി എന്നിവയെല്ലാം ഇട്ട് ഇളക്കുക. ഇളക്കി അത് ഒരുമാതിരി പരുവമായി വരുമ്പോൾ അതിലേക്ക് മഞ്ഞൾപ്പൊടി ഇടുക. പാകത്തിന് മഞ്ഞൾപ്പൊടി ഇട്ട് അത് ഞങ്ങൾ മൂത്തു വരുന്ന സമയത്ത് മഞ്ഞൾപ്പൊടി മൂത്ത് വരുന്ന സമയത്ത് ബാക്കി ഈ ചുരയ്ക്കായും പയറും എല്ലാം കൂടി ഇട്ട് ഇളക്കുക. അപ്പോൾ ഇതിനിടയ്ക്ക് ഉപ്പും ചേർക്കാവുന്നതാണ് കേട്ടോ. സവോളയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ആ കൂട്ടത്തിൽ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർക്കുക. അപ്പോൾ സവോളയൊക്കെ പെട്ടെന്ന് ഒരുമാതിരി മുരിഞ്ഞ് വരുവാൻ സാധിക്കും. നല്ല വഴറ്റിയ പരുവത്തിലാകും. ഇതിലേക്ക് പയറും ചുരയ്ക്കയും ചേർത്ത് ചെറുതീയിൽ മൂടി വയ്ക്കുക. പിന്നെ ഈ കൂട്ടത്തിൽ കുറച്ച് പറിച്ച തക്കാളി, അത് മാത്രം കിട്ടുന്നു, അതും കൂടെ അങ്ങ് ചേർക്കുക. അത് മൂടി വെച്ച് ചെറുതീയിൽ വേവിച്ച് വെന്ത് നന്നായിട്ട് തിളയ്ക്കുന്നതൊക്കെ കാണും. നല്ല കുളുകുളാന്ന് തിളച്ചിങ്ങ് വരുമ്പോൾ അതിൻ്റെ ഉപ്പിൻ്റെ അളവ് നോക്കുക, മുളകിൻ്റെ അളവ് നോക്കുക, ഇതൊക്കെ നോക്കുക. പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും ചേർക്കാവുന്നതാണ്. എല്ലാം പാകത്തിനാണെങ്കിൽ അവ നന്നായിട്ട് വേകുന്നിടം വരെയും വെച്ചുകൊണ്ടിരിക്കുക. പിന്നെ ഇൻഗ്രീഡിയൻസിൻ്റെ കൂട്ടത്തിൽ ഒരു കാര്യം പറയാൻ വിട്ടുപോയി. അത് കത്തിയാണ് കേട്ടോ. കത്തി. ഇപ്പം ഒരാൾ മാത്രമാണ് ഇത് പാകം ചെയ്യുന്നതെങ്കിൽ ഒരു കത്തിയുടെ ആവശ്യമേ ഉള്ളൂ. ഇനി ഭാര്യയും ഭർത്താവും കൂടിയാണ് പാചകം ചെയ്യുന്നതെങ്കിൽ 2 കത്തി അഭികാമ്യം. കാരണം കത്തി പിടിച്ചിരിക്കുന്നയാൾ മറ്റേ ആൾ ചുവ ചെയ്യുന്നില്ലെന്ന് കണ്ടുകഴിയുകയാണെങ്കിൽ ഒരുപക്ഷെ ആ കത്തി പ്രയോഗിക്കാനുള്ള സാധ്യത കൂടുതലാണ്. ഇപ്പോൾ 2 പേരുടെ കയ്യിൽ ഓരോ കത്തി ഉണ്ടെങ്കിൽ ചെറുതായിട്ടൊന്ന് ഭയക്കും. അപ്പോൾ അതുതന്നെയാണ് നല്ലത് കേട്ടോ. അങ്ങനെ നന്നായിട്ട് വെന്ത് എല്ലാം റെഡിയായി കഴിയുമ്പോൾ ചുരയ്ക്ക അൽഗുൽത്ത് തയ്യാർ. ഇതാ നോക്കുക, ഇവിടെ തയ്യാറായിക്കൊണ്ടിരിക്കുന്നത്. കണ്ടല്ലോ, അവനങ്ങനെ നല്ല പരുവത്തിന് തിളച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഇത് ചോറിൻ്റെ കൂട്ടത്തിലും ചപ്പാത്തിയുടെ കൂട്ടത്തിലും കപ്പയുടെ കൂട്ടത്തിലും വേണമെങ്കിൽ ചുമ്മാതെയും കഴിക്കാൻ ഉത്തമമാണ്. അപ്പം ആരും മടിച്ച് നിൽക്കണ്ട, ഉണ്ടാക്കുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, പ്രോത്സാഹിപ്പിക്കുക. താങ്ക് യു.